Good morning, students. Today we are going to study about the basic properties of structural steel. So, ഈ വിഷയത്തിൽ നമ്മൾ സ്ട്രക്ചറൽ സ്റ്റീൽ ഉപയോഗിച്ച് എങ്ങനെ ഒരു ബിൽഡിങ്ങിനെ കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ആദ്യമായി ഈ ചാപ്റ്ററിൽ സ്ട്രക്ചറൽ സ്റ്റീലിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്താണെന്നും സ്ട്രക്ചറൽ സ്റ്റീൽ ഏതൊക്കെ വിധം മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നും പിന്നെ ഇവയുടെ അഡ്വാൻറ്റേജസ് എന്താണെന്നും ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നും ഒക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് സ്ട്രക്ചറൽ സ്റ്റീൽ? സ്ട്രക്ചറൽ സ്റ്റീൽ ഈസ് ബേസിക്കലി എ ലോ കാർബൺ സ്റ്റീൽ. അപ്പോൾ എന്താണ് ലോ കാർബൺ സ്റ്റീൽ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ പേരിൽ തന്നെ അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോ കാർബൺ സ്റ്റീൽ. ലോ കാർബൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് കാർബണിൻ്റെ കണ്ടന്റ് വളരെ കുറവാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഉള്ളത് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് സ്റ്റീൽ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം സ്റ്റീലിൽ ഏറ്റവും മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് അയൺ ആണ്. So in structural steel, the basic constituent or the primary constituent is iron, which is about 98 to 99% of the total composition. ആ മൊത്തം കോമ്പോസിഷൻ്റെ 98 മുതൽ 99% അയൺ ആണ് അതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻറ്റ്. ഈ അയൺ കൂടാതെ നമുക്ക് മറ്റ് കുറച്ച് ഇൻഗ്രീഡിയൻസും ഈ സ്ട്രക്ചറൽ സ്റ്റീലിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ആദ്യം പറഞ്ഞ വാക്ക് ലോ കാർബൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാർബൺ ഉണ്ട്, പക്ഷേ ഇൻ ലോവർ ക്വാണ്ടിറ്റീസ്, ഇൻ ലെസ് ക്വാണ്ടിറ്റീസ്. അത് എത്രയാണ്? കാർബൺ ഉള്ളത് ഏകദേശം 0.1 to 0.25% ആണ്. And that is why we call it low carbon. Okay, 0.1 to 0.25 ആണ്. സ്ട്രക്ചറൽ സ്റ്റീലിൽ ലോ കാർബൺ ആണ് ഉപയോഗിക്കുന്നത്. If it was medium carbon or high carbon, the percentage of carbon in the steel would have been greater than 0.25%. Okay, so structural steel is basically a low carbon steel where the major constituent is iron and the other constituent includes carbon, which is about 0.1 to 0.25%. ഈ കാർബൺ കൂടാതെ മറ്റ് മെറ്റീരിയൽസും അല്ലെങ്കിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുള്ളത് ഏതൊക്കെയാണ്? മാംഗനീസ്, സൾഫർ, ഫോസ്ഫറസ് ആൻഡ് സിലിക്കൺ. ഓക്കെ, മാംഗനീസ്, സൾഫർ, ഫോസ്ഫറസ് ആൻഡ് സിലിക്കൺ. സോ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് സ്ട്രക്ചറൽ സ്റ്റീല് കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കുക, ഈ സ്ട്രക്ചറൽ സ്റ്റീല് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഓൾറെഡി സ്ട്രക്ചറൽ ഡിസൈൻ 1 എന്നുള്ള സബ്ജക്റ്റിൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ എലമെൻസിനെ ഡിസൈൻ ചെയ്യാനൊക്കെ പഠിച്ചു. ബീം, സ്ലാബ്, സ്റ്റെയർ കേസ് മുതലായവ. അതെല്ലാം റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്നുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഇവിടെ ഈ സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷനുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ബിൽഡിങ്ങിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ബേസിക് മെറ്റീരിയൽ ഈ സ്ട്രക്ചറൽ സ്റ്റീൽ വിച്ച് ഈസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് ലോഡ് ബെയറിംഗ് ഗേർഡേഴ്സ്, ഫ്രെയിംസ് ആൻഡ് ട്രസ്സസ്. നിങ്ങൾ ഇവിടെ കാണുന്നത് ഒരു ടിപ്പിക്കൽ സ്റ്റീൽ ഫ്രെയിം വർക്കാണ്. ഈ ഫ്രെയിം വർക്കിലെ പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്ന് പറയുന്നത് ബീംസും കോളംസും ഒക്കെയാണ്. ഓക്കെ, ബീംസും കോളംസും ട്രസ്സുകളും ഒക്കെയാണ്. ഇതെല്ലാം സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിക്കുകയാണെങ്കിൽ then we call such structures as steel structures. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഈ സ്ട്രക്ചറൽ സ്റ്റീല് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് ഒന്ന് ബ്രീഫായിട്ട് പഠിക്കാം. സ്ട്രക്ചറൽ സ്റ്റീല് മാനുഫാക്ചർ ചെയ്യുന്നതിന് കൃത്യമായ ഒന്നിലധികം പ്രോസസ്സുകളുണ്ട്. അതിലാദ്യം എന്നു പറഞ്ഞാൽ ഈ സ്റ്റീല് മാനുഫാക്ചർ ചെയ്യാൻ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഏതൊക്കെയെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അയൺ ഓർ, ലൈംസ്റ്റോൺ ആൻഡ് കോൾ, കൽക്കരി എന്നിവ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസ്. അയൺ ഓർ, ലൈംസ്റ്റോൺ എന്ന് പറയുന്ന കാൽഷ്യം കാർബണേറ്റ് ആണ്, പ്ലസ് കോൾ. ഈ മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രക്ചറൽ സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അയൺ ഓർ നമുക്കറിയാം, അയൺ ആണ് ബേസിക് ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് അയൺ ഓർ വളരെ മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. ഈ അയൺ ഓറും ലൈംസ്റ്റോണും നമ്മൾ സിൻഡറിങ് പ്ലാന്റിൽ ഫീഡ് ചെയ്യുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ലൈംസ്റ്റോണിനെയും അയൺ ഓറിനെയും തറോ ആയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫോമിൽ എത്തിക്കാൻ വേണ്ടിയാണ് സിൻഡറിങ് പ്ലാന്റിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. സിൻഡറിങ് പ്ലാന്റ് വിൽ thoroughly മിക്സ് അയൺ ഓർ ആസ് വെൽ as limestone in desired proportion.
അതുകൂടാതെ കോക്ക് പ്ലാന്റിൽ നിന്നും കോളും കൂടെ ചേർത്തിട്ട് വി ഫീഡ് ബോത്ത് ഇൻ ടു ദ ബ്ലാസ്റ്റ് ഫർണസ്. ഈ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ബ്ലാസ്റ്റ് ഫർണസിൽ ഏകദേശം 1600 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹോട്ട് എയർ ബ്ലാസ്റ്റ് നടത്തുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രസൻസിലാണ് ഈ ബ്ലാസ്റ്റിംഗ് നടത്തുന്നത്. ബ്ലാസ്റ്റ് ഫർണസിൽ 1600 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചറിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് കിട്ടുന്നതാണ് മോൾട്ടൺ സ്റ്റീൽ. ഓക്കെ, നമുക്ക് മോൾട്ടൺ മെറ്റൽ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ആ മോൾട്ടൺ ഫോമിലുള്ള മെറ്റലിനെ നമ്മൾ പെട്ടെന്ന് കൂൾ ചെയ്യില്ല, പകരം വി ഡു വാട്ട് ഈസ് നോൺ ആസ് റിഫൈനിങ്. ഈ റിഫൈനിങ് എന്ന് പറഞ്ഞാൽ ഈ മോൾട്ടൺ മെറ്റീരിയലിൽ ഉള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനാണ് റിഫൈനിങ് നടത്തുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ബേസിക് ഓക്സിജൻ ഫർണസ്, രണ്ടാമത്തത് വാക്വം ഡീഗാസിംഗ് എക്യുപ്മെന്റ്. ഈ രണ്ടിലൂടെയും കടത്തിവിട്ട് മോൾട്ടൺ മെറ്റലിലെ ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ റിമൂവ് ചെയ്യും. സോ ദാറ്റ് ഈസ് നോൺ ആസ് റിഫൈനിങ്. സോ ദ ഫസ്റ്റ് വാസ് providing the raw materials to the blast furnace. The second process is refining, and the third process, മൂന്നാമത്തെ പ്രോസസ്സ് എന്താണ്? ഈ റിഫൈൻ ചെയ്ത മോൾട്ടൺ മെറ്റീരിയലിനെ നമ്മൾ കൂൾ ചെയ്ത് അതിനെ നമ്മൾ സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളാക്കി മാറ്റുന്നു. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സിൽ വി കൂൾ ദ മോൾട്ടൺ മെറ്റൽ യൂസിങ് കണ്ടിന്യൂസ് കാസ്റ്റേഴ്സ് ആൻഡ് വി മേക്ക് ദം ഇൻ ടു സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. സെമി ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് അല്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റിലേക്ക് എത്തിക്കുന്നതിന് മുമ്പുള്ള പ്രോഡക്റ്റുകളെയാണ് സെമി ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. സോ അത് സ്ലാബിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ബ്ലൂമിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ബില്ലറ്റ് എന്ന് പറയും, ചെറിയ ബോക്സ് ഷേപ്പിൽ സ്ട്രക്ചേഴ്സ് ആക്കി നമ്മൾ മാറ്റും. അപ്പോൾ ഇതിനെ, ഈ മോൾട്ടൺ മെറ്റലിനെ നമ്മൾ കൂൾ ചെയ്ത് സ്ലാബ്സ്, ബ്ലൂംസ് ആൻഡ് ബില്ലറ്റ്സ് എന്നീ ഫോമുകളിലേക്ക് നമ്മൾ അതിനെ മാറ്റിയെടുക്കും. പക്ഷേ ഈ സ്ലാബും ബ്ലൂമും ബില്ലറ്റുകളും അല്ല നമ്മൾ ഫൈനലി മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നത്. അതിലേക്ക് എത്തിക്കാൻ വി ഹാവ് അനദർ പ്രോസസ് വിച്ച് ഇസ് നോൺ ആസ് ഹോട്ട് റോളിംഗ്. സോ ഹോട്ട് റോളിംഗ് is the fourth process. The first one was providing the raw materials to the blast furnace. Second is refining. Third is casting. And the fourth one is hot rolling. Hot rolling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൂൾ ചെയ്ത മോൾട്ടൺ മെറ്റൽ അതിപ്പോൾ സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞു. ഈ സ്ലാബ് അല്ലെങ്കിൽ ബ്ലൂം എന്നുള്ള ഷേപ്പിലേക്ക് എത്തുമ്പോൾ അത് സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞതാണ്. ഈ സോൾഡിഫൈ ചെയ്ത സ്റ്റീലിനെ നമ്മൾ ഹോട്ട് റോളിംഗ് ചെയ്യും. ഹോട്ട് റോളിംഗ് എന്ന് പറയുന്നത് വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഹോട്ട് എന്ന് പറയുമ്പോൾ അതിനെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. വി ഹീറ്റ് ദ സ്ലാബ്സ് ഓർ ബ്ലൂംസ് ഓർ ബില്ലറ്റ്സ് അറ്റ് അബൌട്ട് 1200 ഡിഗ്രി സെൽഷ്യസ്. അതിന് വേണ്ടി ഒരു ഫർണസ് ഉണ്ട്, അതിനെയാണ് റീഹീറ്റിംഗ് ഫർണസ് എന്ന് പറയുന്നത്. സോ ഈ റീഹീറ്റിംഗ് ഫർണസിലോട്ട് കയറ്റി അതിനെ ചെറുതായി ചൂടാക്കുന്ന എന്തിനാണ്? We have to convert these semi-finished products into final finished products. എന്താണ് ഫൈനൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്? നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലുള്ള സെക്ഷൻസ് ആക്കി മാറ്റി ഇതിനെ എടുക്കണം. ഓക്കെ, സോ അതിനു വേണ്ടി ചെയ്യുന്ന പ്രോസസ്സിനാണ് റോളിംഗ് എന്ന് പറയുന്നത്. സോ ദർ ആർ സീരീസ് ഓഫ് മില്ലുകളിലൂടെ കടത്തിവിട്ടാണ് ഇതിനെ നമ്മൾ കൃത്യമായ ഈ പറയുന്ന ഈ സ്ക്വയർ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു സാധനത്തിനെ നമ്മൾ ഐ സെക്ഷൻസും ചാനൽ സെക്ഷൻസുമായിട്ടൊക്കെ മാറ്റണമെങ്കിൽ ഈ റോളിംഗ് പ്രോസസ്സിലൂടെ കടത്തിവിട്ടാൽ മാത്രമേ മാറ്റുള്ളൂ. സോ വി റീഹീറ്റ് ദ സെക്ഷൻസ്, okay, and then we pass it on to the series of mills, and the mill will then convert the semi-finished products into final finished products. Okay, so ഒരുപാട് മില്ലുകളിലൂടെ കടത്തിവിട്ട് ഇതിനെ ഹോട്ട് റോൾ ചെയ്ത് ഫൈനലി വി ടേക്ക് ഇറ്റ് ഇൻ ടു കൂളിംഗ് ബെഡ്സ്. അപ്പോൾ ഹോട്ട് റോൾ ചെയ്തതിന് ശേഷം വീണ്ടും അതിനെ തണുപ്പിക്കണം. കൂളിംഗ് ബെഡ്സിലൂടെ നമ്മൾ റോളർ സ്ട്രെയിറ്റ്നറുകളിലൂടെ വേണം. റോളർ സ്ട്രെയിറ്റ്നറുകൾ എന്ന് പറഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്ന സെക്ഷൻസ് എല്ലാം കൃത്യമായി സ്ട്രെയിറ്റ് ആണോ എന്നറിയാനുള്ള ഒരു പ്രോസസ്സാണ്. അതിലൂടെയാണ് കടത്തിവിടുന്നത്. അങ്ങനെ ഇലോങ്ങേറ്റഡ് സ്ട്രെയിറ്റ് സെക്ഷൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലുള്ള സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസ്. അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഐ സെക്ഷൻസ് ആകാം, ചാനൽ സി ഷേപ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ആംഗിൾ സെക്ഷൻസ് ആകാം. അങ്ങനെ വിവിധ തരം ക്രോസ് സെക്ഷനുകളിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള ട്യൂബുലർ സെക്ഷൻസ് ആകാം. ഓക്കെ, നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഷേപ്പിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനാണ് ഇങ്ങനെ ഒരു വലിയ ഒരു ലെങ്തി പ്രോസസ്സിലൂടെ നമ്മൾ കടന്നുപോയത്. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് മാനുഫാക്ചർ ഓഫ് സ്ട്രക്ചറൽ സ്റ്റീൽ. സോ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സുകളെ
ഒന്ന് ബ്രീഫായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വാസ് ദ മെൽറ്റിംഗ് പ്രോസസ്. വി ഫെഡ് ദ റോ മെറ്റീരിയൽസ് ഇൻ ടു ദ ബ്ലാസ്റ്റ് furnace and at a temperature of 1000 degrees Celsius and produced the molten metal. Then we refined the molten metal using two processes, whereby we reduced the impurities in the molten metal. And the third one was casting process, where uh, we casted the molten metal. We cooled the molten metal to produce semi-finished products like slabs, blooms, and billets. And finally, it went through hot rolling, where the semi-finished products were heated to 1200 degrees Celsius to make it malleable and then rolled into definite shapes by passing it through a series of mills and finally cooled down to obtain the desired structural steel product. Okay, so ഇത്രയുമാണ് മാനുഫാക്ചറിങ് ഓഫ് സ്ട്രക്ചറൽ സ്റ്റീൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,